കോക്ക് വരവ് ഡയറക്ടർ നൺ അനദർ ദാൻ ഷാജി കൈലാസ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഓൾഗ റിസോർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് AK സജനാണ്. AK സജൻ അറിയാലോ, പഴയ എഴുത്തുകാരനാണ്, കിടൻ പടങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സിനിമ, അതായത് ഷാജി കൈലാസ് AK സജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതൊരു ശവമായിപ്പോയി, ഒരു ചത്ത സിനിമ. ഒരു ഇമോഷൻസും ഒക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു അപരാധ സിനിമ, തന്നി അപരാധം. ഷാജി കൈലാസിൻ്റെ ഒക്കെ ഈ ഒരു ഫോൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം 90s ഇദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് എൻ്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ഷോർട്ട് ഡിവിഷൻസ്, ഇദ്ദേഹം യൂസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പരിപാടികൾ. പക്ഷേ ഇതിൽ FPV ഡ്രോണൊക്കെ പറത്തുക. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഏതോ പയ്യനെ പിടിച്ച് ചെയ്യിപ്പിച്ചാന്ന് തോന്നുന്നു. ശരവണനാണ് ഇതിൻ്റെ സിനിമറ്റോഗ്രാഫർ. തിരുപ്പാച്ചിയും ഷാജി കൈലാസിൻ്റെ തന്നെ അലീബായൊക്കെ എടുത്തിട്ടുള്ള അതിലെ ഷോർട്സ് നിങ്ങൾക്ക് അറിയാലോ, അതിലെ ഷോർട്സ് ഡിവിഷൻസും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിലെ പോലെ ഇത് ചെയ്തിരിക്കുന്നേ എന്തൊരു വെറുപ്പിക്കലും മടിപ്പിക്കലുമാണേ. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോൺസ് ചുമ്മാ വഴിതെറ്റിയൊക്കെ പറക്കുക. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ. എന്ത് പറ്റിയോ അദ്ദേഹത്തിന്? വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റേഴ്സ് ഇൻ മലയാളം. പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇങ്ങനെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ജോജു അല്ലെങ്കിൽ മറ്റേ അപർണദാസിൻ്റെ ഭർത്താവോ പുള്ളിയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും വണ്ടി പോകുന്ന സമയത്ത് ഡ്രോൺ ഇങ്ങനെ പറക്കുക, എവിടേക്കോ കൂടെ പറക്കുക. പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഷാജി കൈലാസിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. അത് ഇതിനകത്ത് വന്നപ്പോഴേക്ക് പൊന്തക്കാട്ടിലും കുറ്റിക്കാട്ടിലും പുല്ലിൻ്റെ ഇടയിലൊക്കെ കിടന്നിട്ടാണ് ശരവണൻ സാധനം പിടിക്കണത്. ഞാൻ നോക്കുമ്പോൾ ജോജു പാറപ്പുറത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. സിഗരറ്റൊക്കെ വലിക്കുന്നത് തോന്നുന്നു. അപ്പം മുന്നിൽ പുല്ല്, ജോജുവിൻ്റെ ഫേസ് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജോജുവിൻ്റെ അഭിനയം നമുക്ക് കാണാൻ പറ്റുക? പുല്ല് വെച്ച് മറിച്ചടഞ്ഞേ. അങ്ങനെ ഉടനീളത്തിൽ കുറേ പരിപാടി ഉണ്ട്. അങ്ങനെ പുല്ലും ചെടിയിലും വെച്ചിട്ട് സീൻ മറിച്ചിടുക. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുല്ല് കാണാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ പോണത്. വേറെ ഷോട്ടിൽ ബോബി കുര്യൻ്റെ മുഖം കാണുന്നില്ല. കാരണം എന്താ, അപ്പുറത്തൊരു ഇലയുണ്ട് മരത്തിൻ്റെ മുകളിൽ, അതിൻ്റെ ഷേഡോ വന്നിട്ടാണ്. ചിലപ്പോൾ ഇനി ഈസ്തെറ്റിക്കലി ചെയ്താണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ടെക്നിക്കലി വെരി ബാഡ്. ഇവരെന്തൊക്കെയോ ജഗപൊക കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷാജി കൈലാസിൻ്റെ പരിപാടി അറിയാമല്ലോ, ഭയങ്കര മൂവിങ് ഷോട്ട്സും അങ്ങനെ ഡ്രോൺസ് വെച്ചിട്ടും ഭയങ്കര അങ്ങനത്തെ മരത്തിൻ്റെ ഇടയിൽ കൂടെ മരം ഇങ്ങനെ പൊങ്ങി നിൽക്കണ കാണിച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചുള്ള സിനിമ. ഇത് ഞാൻ ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. MR രാജകൃഷ്ണനാണ് ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നത്, ഡിസൈനും അതുപോലെ തന്നെ മിക്സിങ് ഒക്കെ. ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ സാം സി എസിനൊക്കെ അറിയില്ല, ഇത്രയും ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഒറിജിനൽ സ്കോറിൽ പാട്ടൊക്കെ എൻ്റെ പൊന്നോ. ലില്ലിപ്പൂവേ എന്തൊരു ക്രിഞ്ച. വിനായക് ശശികുമാറാണോ എഴുതി അറിയില്ല. ലില്ലിപ്പൂവ്, അയ്യോ ലില്ലിപ്പൂവ്, അയ്യോ ലില്ലിപ്പൂവ്. ഇതില് ലില്ലിയും വില്ലിയും. അർജുൻ അശോകനാണ് ലില്ലി സുകന്യൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. പണ്ട് കിങ്ങിൽ ഷാജി കൈലാസ് വാണി വിശ്വനാഥന് പകരം ആദ്യം കാസ്റ്റ് ചെയ്തത് സുകന്യായിരുന്നു. പിന്നെ സുകന്യ ഡേറ്റ് ക്ലാഷ് കൊണ്ടൊന്നും വന്നില്ല. അപ്പം അതിന് പകരമായിരിക്കും ഇപ്പം കൊടുത്തത് ലില്ലി. വാണി വിശ്വനാഥ് ഇതിൻ്റെ അകത്തുണ്ട്, ഞാൻ പിന്നെ പറയാം. നാണുമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് വാണി വിശ്വനാഥ്. അപ്പം ഇങ്ങനെയുള്ള ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഭീകരൻ ജോജുവിൻ്റെ എന്ത് കിൻഡലടി. ഇതിൽ ഇഷ്ടംപോലെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ 6, 7, 8 കണ്ടിട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ജോജു തിരിഞ്ഞു കളിക്കുന്ന കാണാനോ. ഓക്കെ, കിൻഡലടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പൊറിഞ്ചൂലായി കഴിഞ്ഞാലും കിൻഡലടി. അപ്പം ജോജുവിന് ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും, അത്രയും ഹെവി ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട്. പക്ഷെ ഇതിൽ ജോജു തിരുവാതിര കളിക്കുന്നു. ഓരോ ആൾക്കാർ എടുത്തെറിയുന്നു ശക്തി കൊണ്ട്. പാനയൊക്കെ കാണിക്കൂലേ തുമ്പിക്കൈ കൊണ്ട്. ഓരോ ആൾക്കാർ എടുത്തെറിയുന്നു, അങ്ങോട്ടാക്കുന്നു, തിരിഞ്ഞു കളിക്കുന്നു, മറിഞ്ഞു കളിക്കുന്നു. ഇത് തന്നെ. പിന്നെ ജോജു നല്ല ഡ്രൈവറാണെന്ന് അറിയാലോ, ഒരു വണ്ടി പ്രേമി കൂടിയാണ്. അദ്ദേഹത്തിന് ഡിഫൻഡർ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പുള്ളി ഓഫ് റോഡ് പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിലൊരു ഓഫ് റോഡ് സെറ്റപ്പ്, കുറേ കുണ്ടും കുഴിയും ചാളിയും മറ്റേ പചേറും എടുത്തിട്ട് ജോജു. പിന്നെ ഇതിൽ മറ്റേ അഭിമന്യു തിലകൻ വരുന്നുണ്ട്. അഭിമന്യു തിലകൻ മുരളി ഗോപിയുടെ മോനായിട്ട്. അപ്പം അഭിമന്യു തിലകൻ കറക്റ്റ് മാർക്കോന്ന് തുടങ്ങി വന്ന പോലെ. എനിക്ക് തോന്നുന്നു ഷെരീഫ് മുഹമ്മദിന്റെ ഡിഫൻഡർ ആയിരിക്കും, ജോജുവിൻ്റെ ആവാൻ സാധ്യതയില്ല. ഷെരീഫ് മുഹമ്മദിന്റെ ഡിഫൻഡർ എടുത്തിട്ട് മാർക്കോന്റെ സെറ്റിൽ നിന്ന് ചുരുട്ടും കൊണ്ടുവന്നിട്ട്, ഉണ്ണിമുന്നിന്റെ കയ്യിലുള്ള ചുരുട്ടും കൊണ്ടുവന്നിട്ട് വലിക്കുക അഭിമന്യു തിലകൻ. കൂടെ റഷ്യക്കാരി, എന്താ പറയാ, റഷ്യക്കാരിയാണ് നമ്മൾ അറിയിക്കണം. അപ്പോൾ ഒരു 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 പോലീസ് പറയാണ്, സോ ഒരു സിഗരറ്റിന്റെ കുറ്റി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഇന്ത്യൻ സിഗരറ്റ് അല്ല, റഷ്യൻ സിഗരറ്റാണ്. വാവ്. അപ്പോൾ റഷ്യക്കാരിയാണ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ച. ഇതിലെ കൺവിൻസിങ് ഭയങ്കരമാണേ, ഭയങ്കര കൺവിൻസിങ്ങാണ്. അത് പ്രതികാരം ചെയ്യുമ്പോൾ നമുക്ക് തോന്നണമല്ലോ, നമുക്ക് ഫീൽ ആവണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇപ്പോഴത്തെ സിനിമകൾ? അല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രതികാരം ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവണം. കൊല്ലണ സമയത്ത് നമുക്ക് കൊല്ലാൻ തോന്നിയിട്ട് കൊല്ലാൻ പറ്റാത്തത് നായകൻ ചെയ്യുമ്പോഴാണ് കയ്യടി വീഴുന്നത്. നമ്മളിങ്ങനെ കാണിച്ചു തരിക, ഇന്ന കാരണം കൊണ്ടാണ് കൊല്ലുന്നത്, എഡിറ്റ് ചെയ്ത് കാണിച്ചു തരിക. ഷമീർ മുഹമ്മദ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പുറ സൈഡിൽ. അത് പുള്ളിയുടെ കുഴപ്പമല്ലേ, ഡയറക്ടർ പരിപാടിയാണത്. ഇപ്പുറം ആദ്യം കൊന്ന ആൾക്കാരെ കാണിക്കുക, അപ്പം അതിനാണ് പകരം കൊള്ളുന്നത് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ഇങ്ങനെ നമ്മളെ പിന്നെ തിരികെ തരിക. ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ പറഞ്ഞേ 90s ഇങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ വാഴുന്നവരൊക്കെ ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന. അപ്പോൾ അതിലിങ്ങനെ പ്രതികാരം ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊക്കെ പോയി, അത് അന്ധകാലം പോയി. ഇപ്പം അങ്ങനത്തെ സിനിമ ഇല്ല. ഇത് കാലം തെറ്റി ഇറങ്ങി. എനിക്ക് 90s ഇറക്കിയാൽ പോലും ഇത് പാടാം കണ്ടു തീർക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ. ഇതിൽ അസീസ് നെടുമങ്ങാടുണ്ട്, ഇതുപോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ, താനി മൊണ്ണ മരപ്പൊട്ടൻ ചങ്ങ ക്യാരക്ടർ. അസീസിനെല്ലാം പറയുന്നത്. ഇയാളെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ വരും. രാത്രിയാണ്, ഇരുട്ടത്ത് ഇയാളെ വീട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും തലയ്ക്ക് വെളിവുള്ള മനുഷ്യന്മാർ ലൈറ്റിൽ ഓഫാക്കിയിട്ട് മെല്ലെ അവിടെ ലൈറ്റ് ഓൾറെഡി ഓഫാക്കി, ഗുണ്ടകൾ ഓഫാക്കി. അപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവണ്ടേ മെല്ലാം. പക്ഷെ ഇയാളെന്താ ചെയ്യുന്നത്? ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ച് എടുത്തിട്ട് അടിക്കുക. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഗുണ്ടകളെ കാണിച്ചു കൊടുക്കുക. എന്ത് പൊട്ടൻ ക്യാരക്ടർ അത്! അങ്ങനെ ഉണ്ടോ? അത് ലൈറ്റ് എടുത്ത് അടിച്ചു കൊടുക്കുക, എന്നിട്ട് പോരാഞ്ഞിട്ട് ലൈറ്റ് നമ്മളെ മോന്തയ്ക്ക് അടിക്കുക, ക്യാമറയിലേക്ക് ലൈറ്റ് അടിക്കുക. എന്തോ ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. ഇത് ലൈറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് നമുക്ക് സീൻ കാണാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് കണ്ടാൽ തന്നെ അറിയാം, എന്തോ ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ പോലെ. ഫോണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ കളേഴ്സ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ടൈറ്റിലുണ്ട്. അപ്പോൾ അയ്യോ. പിന്നെ തുടക്കം തന്നെ മറ്റേ മണികണ്ഠൻ ആചാരി, നമ്മുടെ ബാലൻ ചേട്ടൻ്റെ ഐറ്റം ഡാൻസിന് വേണ്ടി ബാലൻ ചേട്ടനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാര് പൃഥ്വിരാജ് മറ്റേ പോയിട്ട് ചെയ്തത്. പിന്നെ ശ്രുതി ഹാസൻ ഫ്രം മീശോ, ശ്രുതി ലക്ഷ്മി പുള്ളിക്കാരിയുണ്ട് തുടക്കത്തിലെ സോങ്ങിൽ. ഇങ്ങനത്തെ സോങ്ങൊക്കെ ഇടുക, അങ്ങനത്തെ ഒരു തോട്ടിലെടുത്ത സിനിമയാണിത്. പിന്നെ വില്ലൻ മുരളി ഗോപി. അഭിമന്യുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മെയിൻ വില്ലൻ മുരളി ഗോപിയാണ്. അഭിമന്യുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. മുരളി ഗോപി മറ്റേ KJ യേശുദാസ്, KG മാർക്കോസ് ഒക്കെ ഇടും പോലെ ഫുള്ള് വൈറ്റ് വെള്ളച്ചെരുപ്പൊക്കെ, ഫുള്ള് വെള്ള. ഇവരങ്ങനെയാണല്ലോ, ഫുള്ള് വെള്ളേൻ്റെ ആൾക്കാരാണല്ലോ, വെള്ളയിൽ വരണം ആൾക്കാരാണല്ലോ. മുരളി ഗോപി ലുക്കൊക്കെ ഉണ്ട്, ഡയലോഗ് ഡെലിവറി ഒക്കെ ഇടുവാണ്, ഗൺഷോട്ട് ഫയർ പരിപാടിയൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. മുരളി ഗോപി കിടല നടനാണ്, അപാര ലുക്കാണ്, സ്ക്രീൻ പ്രസൻസ് ആണ്. പക്ഷെ ഒരു കാര്യമില്ല. പിന്നെ അർജുൻ അശോകനുണ്ട്, പുള്ളി ഈ സിനിമയിൽ സീൻസ് ഒന്നുമില്ല. പുള്ളി അവിടെ ഉണ്ട്, എല്ലാം വില്ലിയാണ്. പിന്നെ വില്ലീസിൻ്റെ ഇതുണ്ട്, വണ്ടിയുണ്ട്. അപ്പോൾ അർജുന ഒരു സീനിലെ കണ്ടുള്ളൂ, 1-2 സീനിലെ കണ്ടുള്ളൂ. പക്ഷെ പുള്ളിയെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മൊത്തം. പിന്നെ വിൻസി അലോഷ്യസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ വീണ നായരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വാണി വിശ്വനാഥ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊണ്ടാല അനുപമ റെഡ്ഡി, കൊണ്ടാല അങ്ങനെ എന്താണ് ആന്ധ്രക്കാരിയാണ്. അപ്പോൾ ഇത് ഫീലോട്ടായ ആൾക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്തോ മെസ്സേജ് വിട്ടാന്ന് തോന്നുന്നു. ഷാജി കൈലാസ് ഒരു പടം കൊണ്ട് വരുന്നോ ചോദിച്ചിട്ട്, അങ്ങനെ ഒരു ലോഡ് ഫീൽഡ് ഔട്ടായ ആൾക്കാർ ഇതിനകത്തുണ്ട്. ബൈജു സന്തോഷുണ്ട്, പുള്ളി ഫീൽഡ് ഔട്ടല്ല. പക്ഷെ പുള്ളിയുടെ ചില കൗണ്ടറും പരിപാടിയൊക്കെ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒത്തില്ല. അപ്പോൾ ഈ കൊണ്ടാല അനുപമ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞാൽ
നാണു. ഇവര് ആന്ധ്രക്കാരിയായിട്ടാണ് ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ആ ഭാഷ പഠിക്കണം. എന്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അഭിനയവും അതിലും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനോയിങ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി. അതായത് മലയാളം അറിയാത്ത IPS ഓഫീസർ സംസാരിക്കുമല്ലോ, അതുപോലെ സംസാരിക്കാൻ ഇവർ പിടിച്ചത്. നാണു വന്ന് കേസ് അന്വേഷിക്കും, നാണു കേസ് അന്വേഷിക്കും, നാണു എല്ലാവരെയും പിടിക്കും, നാണു വെറുതെ വിടില്ല, നാണു ആ റിപ്പോർട്ടോട് ഇൻക്രിമെന്റ് കട്ട് ചെയ്യും, നാണു പറയുന്നു, നാണു. അപ്പം നാണുവാണ് ഇത് കൊണ്ടാർ റെഡ്ഡി, ഒരു അനുപമ, വാണി വിശ്വനാഥിൻ്റെ അങ്ങനത്തെ പരിപാടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അശ്വിൻ കുമാറൊക്കെ വന്നു പോകുന്നുണ്ട്. മറ്റേ ട്രെഡ്മിൽ കമലാസനല്ലേ പുള്ളി, മറ്റേ ഈ പടത്തിൽ അനുരാഗ് കശ്യപ് വന്ന പോയ പോലെ, ലിയോയിൽ വന്ന പോലെ വരവും പോക്കൊക്കെ ഒരുമിച്ചായിരുന്നു. പൊക്ക് വരവ്. വാണി വിശ്വനാഥിൻ്റെ ഭർത്താവുണ്ട് ബാബുരാജ്. പുള്ളി പണ്ട് ചെയ്ത റോൾസ് ഇല്ലേ, ഗുണ്ട പോലീസ്, ആ പോലീസ് പരിപാടിയാണ് ഇപ്പോഴ് പുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ആഷിക അശോക്, പ്രിയങ്ക, പിന്നെ അങ്ങനെ കുറേ ഉണ്ട് സ്ത്രീകളൊക്കെ, കുറേ പേര് അങ്ങനെ ഉണ്ട്. ദീപക് പറമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ അപർണദാസിൻ്റെ ഭർത്താവ്, പുള്ളി MLA ഇട്ടാ, വല്ലാത്തൊരു MLA, പ്രത്യേകതരം MLA. പിന്നെ കോട്ടയം രമേശ് സ്ഥിരം ഡ്രൈവറായിട്ട്, അയ്യപ്പനും കോശിലും ഡ്രൈവർ, ഇതിലും ഡ്രൈവർ. പിന്നെ ബോബി കുര്യനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി എല്ലാ പടത്തിലും ബോബി കുര്യനാണ്. പുള്ളി റിലീസായി കഴിഞ്ഞാലും, ഗുണ്ടയായി കഴിഞ്ഞാലും, കൊട്ടേഷൻ ആയി കഴിഞ്ഞാലൊക്കെ ബോബി കുര്യൻ തന്നെ. പുള്ളി ബോബി കുര്യനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാനി അയ്യപ്പനുണ്ട്. ഒരു കാര്യമില്ല, ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ അതാണ്. പിന്നെ ഈ ടിപ്പർ ലോറി വെച്ച് ഇടിച്ച് കൊല്ലാൻ നോക്കുന്ന പരിപാടിയൊക്കെ 90s ശരിയുള്ള ടിപ്പർ ലോറിയോ ഒമ്നിവാനൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇതിൽ ടോറസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാഴുന്ന ഒരു ജോഷിയാണ്, ഷാജി കൈലാസ് അല്ല. പക്ഷെ എല്ലാം കണക്ക് തന്നെ, ആ സമയത്തെ പടങ്ങൾ അറിയാലോ. ഇപ്പോഴും ടിപ്പർ ലോറി വെച്ച് കുത്തിക്കൊല്ലാൻ നോക്കുക, അങ്ങനത്തെ സീൻസൊക്കെയാണ് മൊത്തം ഈ സിനിമയ്ക്ക് അകത്തുള്ളത്. പിന്നെ ഇതിൽ വേറൊരു സംഭവം വെച്ചാൽ 369, അത് മമ്മൂക്കയുടെ കാർ നമ്പറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ അസീസിൻ്റെ പെട്ടി ഓട്ടോറിക്ഷയുടെ നമ്പർ 369, ജോർജ് ജയിലിടുന്ന ഡ്രസ്സിൻ്റെ ആ നമ്പർ 369. അപ്പോൾ ഇത് ആരോ ഉപദേശിച്ച ബുദ്ധിയാണ്. 369 ഇട്ട് കഴിഞ്ഞാൽ കത്തും, തിയേറ്റർ കത്തും. മമ്മൂക്ക ഫാൻസുകാർ നിരങ്ങും, ഫുൾ ഷോ ആയിരിക്കും വെച്ചിട്ട് ഇട്ടതാ. മമ്മൂക്ക ഫാൻസ് മമ്മൂക്കയുടെ പടം കാണാൻ പോണില്ല. അപ്പോഴാണ് നിങ്ങൾ ഓട്ടോറിക്ഷ പെട്ടി ഓട്ടാക്കി 369 ജോജുവിൻ്റെ ജയിൽ നമ്പർ 369 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസുകാരെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയാണോ ഇവരെ ബുദ്ധി. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്രുവം പോലെ ഒരു പടം വേണമെന്ന് പറഞ്ഞപ്പോഴേ 90s AK സജൻ എഴുതിയ മറ്റേ ചെതപ്പിടിച്ച സാധനം ഉണ്ടല്ലോ, അതിൽ ചെതപ്പൊടി ഇട്ടിട്ട്, മറ്റേ ഏറയത്തു നിന്ന് എടുത്ത ചെതപ്പൊടി ഇട്ടിട്ട് ചെതലിനെയൊക്കെ മാറ്റിയിട്ട് ഷാജി കൈലാസിൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഇയാൾ ഷൂട്ട് ചെയ്ത് കൊടുത്ത സാധനമാണത്. S ശരവണൻ. പിന്നെ ജോജു ഇതിൽ ലെൻസ് വെച്ചിട്ടുണ്ട് കണ്ണിനകത്ത്, അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് 1 ക്ലോസ് പോകും, എക്സ്ട്രീം ക്ലോസ്, മറ്റേ നിഖിൽ മഹേശ്വറിൻ്റെ ഒക്കെ പോലെ. അങ്ങനത്തെ ഒരു പരിപാടി ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരു അട്ടർ വേസ്റ്റ് സിനിമ, അട്ടർ വേസ്റ്റ്.